ഹലോ ഗായ്സ്, അടുത്ത പാട്ടിലേക്ക് സ്വാഗതം. ഫാമിലി ട്രിപ്പ് സെക്കൻഡ് പാർട്ട്. അങ്ങനെ ഞങ്ങൾ നീറ്റു എന്നിട്ട് നേരെ വന്നത് കണ്ണാടിൻ്റെ മുന്നിലേക്ക്. അത് ചീപ്പ് ഷോ. ഞങ്ങൾ രാത്രിയാണല്ലോ റിസോർട്ടിലേക്ക് വന്നത്. ഇപ്പോൾ അവിടുത്തെ വ്യൂവും കാര്യങ്ങളും ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ രാവിലെ നീറ്റിട്ട് തന്നെ അത് നോക്കാനാണ് പോയത്. അവിടെയാണെങ്കിൽ കൊടും ഫോറസ്റ്റാണ്. ഒരു വെള്ളച്ചാട്ടമൊക്കെ അവിടെ അങ്ങനെ കേൾക്കുന്നുണ്ട്, കാണുന്നില്ല. പക്ഷേ ഒരു അടിപൊളി സ്ഥലമാണ് അവിടെ. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ റിസോർട്ടൊന്നും കണ്ടില്ലായിരുന്നു. അപ്പോൾ കാണാൻ വിചാരിച്ചു. റിസോർട്ടൊക്കെ ഇങ്ങനെ കണ്ടു വരുമ്പോഴാണ് അവിടെ ഇല്ലാത്ത മരങ്ങളൊന്നുമില്ല. എല്ലാ സാധനങ്ങളും എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ അവിടെ ഉണ്ട്. ഒരു അടിപൊളി സ്ഥലമാണ്. കാടായത് കൊണ്ട് തന്നെ അവിടുത്തെ ഒരു സൗണ്ട്, ആ സൗണ്ട് നിങ്ങൾ കേട്ടോക്കി. അത് രാവിലത്തെ സൗണ്ടാണത്. ഇനി പല്ലെത്തിട്ട് വരാം. ഓരോ ഭാഗമായിട്ട് ബ്രഷൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഗോൾഗേറ്റ് ഗൈസ്, ഗോൾഗേറ്റ്. എന്നാ പല്ലേച്ചിട്ട് വരാം. ഇനി അടുത്ത് പൂളിലൊക്കെ ചാടാൻ പോകുള്ളതാണ്. ഇനി പല്ലേച്ചിട്ട് വരാം. സയാന് പല്ലേക്കാണ്. പല്ലേ സയാനോ പല്ലേക്കാൻ പോവാണ് ഗൈസ്. പിന്നെ നമ്മളിങ്ങനെ പല്ലൊക്കെ തേച്ചിട്ട് ഞങ്ങൾ അവിടെ ചായ ഉണ്ടാക്കാൻ എല്ലാ സെറ്റപ്പും ഉണ്ട്. അതിപ്പോൾ നിങ്ങൾ ചായ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഒന്നും നോക്കിയില്ല. നമ്മൾ കുക്കാണ്, ചായ ഉണ്ടാക്കാൻ നോക്കി. അതാണെങ്കിൽ ചെറുതായിട്ട് അങ്ങ് പാളിപ്പോയി ഗൈസ്. മധുരമല്ല, കടുപ്പല്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ വ്യൂവിൽ നിന്ന് ചായ കുടിച്ചു. ചായ കുടി കഴിഞ്ഞപ്പോഴാണ് മുകളിൽ നിന്ന് വിളി വന്നത് ഫുഡ് ആയിട്ടുണ്ടെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, ഫുഡ് അടിക്കാൻ വേണ്ടി പോയി. ബൊഫേ സെറ്റപ്പായിരുന്നു. സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ പോവാണ് ഗൈസ്. സ്വിമ്മിംഗ് പൂളില് മച്ചന്മാരെ ഇവിടുത്തെ ഒരു പൂളൊക്കെ അടിപൊളി പൂളാണ്. അതായത് ഞാനൊരു 5 അടി പൊക്കുണ്ട്. എൻ്റെ തലഭാഗം വരെ ആളുള്ളൊരു അടിപൊളി പൂൾ തന്നെ. അങ്ങനെ എവിടുന്നോ കിട്ടിയൊരു തൊപ്പിയൊക്കെ എടുത്തിട്ട് പൂളിലേക്ക് ചാടാൻ വേണ്ടിയിട്ട് 2 ഇറങ്ങിയിട്ടുണ്ട്. 2 ഞാനും പുറകെ ഇറങ്ങി. അങ്ങനെ ഞാൻ പൂള് കണ്ടപ്പോൾ പിന്നെ ചാടുന്നതിൻ്റെ മുന്നേ 2 വീഡിയോ ഒക്കെ എടുക്കാൻ വിചാരിച്ചിട്ട് എടുത്ത ഒരു വീഡിയോ ആണിത്. നമ്മൾ കാര്യമാക്കണ്ട. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഞാനും അങ്ങ് ഇറങ്ങി. അവിടെ കുറച്ച് ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു. അവർ വരുമ്പോഴത്തേക്കിനും ഇറങ്ങി കയറാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനും അങ്ങ് ഇറങ്ങി. എൻ്റെ മോനെ കാണുന്ന പോലെയല്ല, അടിപൊളി തണുപ്പാണ്. ഇവൾ പിന്നെ പ്രൊഫഷണൽ നീന്തലുകാരി അതുകൊണ്ടേ നമുക്ക് ചെറിയ ആഴൊന്നും പറ്റൂല. നല്ല ആളുള്ള സ്ഥലത്തേക്ക് തന്നെ നമുക്ക് വരണം. ഭയങ്കര വാശി പറഞ്ഞാൽ ഞാനങ്ങ് എടുത്ത് ഇട്ട്. ഇനി എൻ്റെ കഴിവ് പ്രകടിപ്പിക്കേണ്ട സമയമാണിത്. സംഭവം എനിക്ക് നീന്താനൊക്കെ അറിയാം, പക്ഷേ നീന്താനുള്ള കുളമോ പിന്നെ പൂളൊന്നും നമ്മളവിടെ ഇല്ലാത്തത് കൊണ്ട് ടച്ച് വിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഉപ്പച്ചിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അറ്റത്ത് തന്നെ പോയി നിന്ന്. എനിക്കൊരു ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. ആ ഫോട്ടോസൊക്കെ ഞാൻ പോസ്റ്റ് ഇടാം, എല്ലാവരും പോയി ലൈക്ക് അടിക്കണം. പിന്നെ അവിടുത്തെ ഒരു വ്യൂ, അതൊരു രസമില്ലാത്ത വ്യൂ തന്നെയാണ്. കാട്, ചെറിയൊരു ഭാഗം കാടും പിന്നെ ഇവരെ തന്നെ വൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് ഒരു നാച്ചുറലി ആയിട്ടുള്ള ഒരു റിസോർട്ടായിരുന്നു ഗൈസ്. ഞാനാണെങ്കിലേ കുറേ നീന്തിയിട്ട് അപ്പം എന്താ കയറുന്നു ചാടുന്നു നീന്തുന്നു, കയറുന്നു ചാടുന്നു നീന്തുന്നു, ഇതന്നെയായിരുന്നു പണി.
ഞാൻ പോകുന്നു. ബൈ ബൈ. ആരാണ് അയാൾ? ഒരു ഫ്രോഡാ. നീ എന്തിനാ ഇവനൊക്കെ ഇപ്പോ? സോറി, വന്ന വഴി മറന്നുപോയി. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ദേ ആ കാണുന്നതാണ് നമ്മളെ വണ്ടി കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളി. പിന്നെ നമ്മൾ നേരെ പൂളിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് ഇതാ കണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ വൃക്ഷങ്ങളൊക്കെ ഉള്ള സ്ഥലം കേട്ടോ ഇത്. സപ്പോട്ട, റംബൂട്ടാൻ എന്തൊക്കെയുണ്ട്. നല്ലൊരു അടിപൊളി വ്യൂ. രാവിലെ തന്നെ മഴയായിരുന്നു. നമ്മൾ പോയ സമയം എന്താണെന്ന് അറിയില്ല, ഭയങ്കര മഴയായിരുന്നു. ഞങ്ങളിതാ പൂള് പോയി എത്തി. കണ്ടോ, ഇനി മാറ്റി ഇവിടുന്ന് പുറപ്പെടാന്. മാറ്റിയിട്ട് അടുത്ത സ്പോട്ട് പിടിക്കാം. ഇവിടുത്തെ ടോമാറ്റിരി കാണുന്നുണ്ട്. ഇറങ്ങണ ഗൈസ്. അടച്ചോളൂ. ഇതിനാ അടച്ചു ഗൈസ്. അങ്ങനെ ഞങ്ങൾ വെട്ടിങ് അടക്കൊക്കെ എടുത്തിട്ട് യാത്രയാവാണ്. അങ്ങനെ മിസ്റ്റി എന്ന് പറഞ്ഞ റിസോർട്ടിൽ നിന്ന് ഞങ്ങൾ പോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ മിസ്റ്റി എന്ന് പറഞ്ഞ റിസോർട്ടിൽ നിന്ന് ടാറ്റയും കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നത്. പോണ വഴിക്കാണ് ഗൈസ് കാണുന്നത് അവിടെ വൈൽഡ് ആനിമൽസും ഉണ്ട്. കണ്ടോ, 2 മയിലുകൾ നടക്കുന്നു, 2 പെൺമയിലുകൾ. അങ്ങനെ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വണ്ടി സ്റ്റാർട്ടായി. ഞങ്ങളതിൽ കയറി. അപ്പോൾ നിങ്ങളിന്ന് ഈ വീഡിയോ ഫുള്ളും കണ്ടുകൊണ്ടിരുന്നോ? ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോയിട്ട് അതിൻ്റെ വീഡിയോ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബായ്.